ആണോ? അങ്ങനെ എന്തെങ്കിലും കയ്യബത്ത ശാരദാമ്മയ്ക്ക് പറ്റിയിട്ടുണ്ടോ? അന്ന് രാത്രി അവൻ ഇവിടെ വന്നിരുന്നെന്നും ഇവിടെ നിന്നും മറ്റൊരിടത്തേക്കും പോയിട്ടില്ലെന്നുമാണ് അവര് പറയുന്നത്. പറ ശാരദാമ്മേ, എന്താണ് ഇവിടെ നടന്നത്? നീ എന്തിനാടാ ഞങ്ങളിങ്ങനെ തീ തീറ്റിക്കുന്നത്? ഇതിനെ മാത്രം ശിക്ഷിക്കാൻ ഞങ്ങൾ എന്ത് ദ്രോഹം നിന്നോട് കാണിച്ചത്? എന്നെ ആ അബൂബക്കറിന്റെ ഗുണ്ടകൾ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അയാളുടെ മകനെ കാണാതായതിന്റെ പിന്നില് ഈ വീട്ടിലുള്ളവരെന്ന് അയാൾ പറയുന്നത്. എടാ, അന്ന് രാത്രി ആ പയ്യൻ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. പക്ഷെ തെളിവുകളെല്ലാം നമുക്കെതിരാ. അവൻ ഇവിടെ വന്ന് നൂർജഹാനെ കണ്ടുവെന്നും അവൻ അവരെ ഫോൺ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ അവര് പറയുന്നത്. ഓരോരുത്തർ ഓരോന്ന് ഊഹിച്ച് പറയുന്നതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അനുവേ, ആ പയ്യനെ കുറിച്ച് അറിഞ്ഞിടത്തോളം അവനൊരു പ്രശ്നക്കാരനാ. അങ്ങനെ എന്തെങ്കിലും വല്ല ചതിയിലും പെട്ടിരിക്കാനേ വഴിയുള്ളൂ. നിനക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാം. ശാരദാമ്മേ, അവർക്ക് വിഷ്ണു എന്നെ സംശയമുണ്ട്. വിഷ്ണുവിനെയോ? അതെന്തിനാടാ? അതെ, അന്നേ ദിവസം വിഷ്ണു എണ്ണ ഉണ്ടായിരുന്നല്ലോ. നൂർജഹാനെ രക്ഷിക്കുന്നതിനിടയിൽ നസീറിനെ വിഷ്ണുവേട്ടൻ ഇല്ലാതാക്കിയിരിക്കാം എന്നും അവര് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അന്ന് നടന്നിട്ടുണ്ടോ ശാരദാമ്മേ? എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്ക് വേണ്ടിയാ ഞങ്ങൾ ഈ പെടാപ്പാടൊക്കെ കെട്ടി ആടുന്നത്. നീ ഈ പറയുന്ന നൂർജഹാനെയും കൊണ്ട് എന്ന് ഈ വീട്ടിൽ വന്നു കയറിയോ അന്ന് മുതൽ ഈ വീടിനും വീട്ടിലുള്ളവർക്കും കഷ്ടകാലം തുടങ്ങിയതാ. പോലീസുകാരായിട്ടും ആ പെണ്ണിന്റെ വീട്ടുകാരായിട്ടും കയറി ഇറങ്ങുന്നത് പോട്ടെ, അവര് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഞങ്ങൾ നൽകുന്നുമുണ്ട്. എന്നിട്ടും മതിയാവാഞ്ഞിട്ടാണോ ഒരു തെറ്റും ചെയ്യാത്ത പാവ വിഷ്ണുവിനെ കൂടി ഇതിനകത്തോട്ട് വലിച്ചഴക്കുന്നത്? അത് പിന്നെ ശാരദാമ്മ, എന്തായാലും വിഷ്ണു എന്നോടൊന്ന് കരുതിയിരിക്കാൻ പറ. ഒരൊറ്റൊരാളെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഓടിപ്പാഞ്ഞ് നടക്കുവോ അബൂബക്കർ. എന്നെ കെട്ടിട്ട് ഒരുപാട് തല്ലി. അവര് വിഷ്ണു എന്നെ പൊക്കും. അവരുടെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാ